Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ച കാര്യം 7ാം വോള്യത്തിൽ ഉള്ളതാണ്. അതിൽ ശ്രീല പ്രഭുപാദ് ബ്രുക്ലിൻ ടെമ്പിളിലുണ്ടായിരുന്ന സമയത്താണ്, ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന സമയത്ത്. ഇത് 1973 സമയമാണ്. അപ്പോൾ ആദ്യകാലത്തൊക്കെ ശ്രീല പ്രഭുപാദ് ആർട്ട് ഡിപ്പാർട്ട്മെൻ്റൊക്കെ വെച്ചപ്പം ഈ പടം വരയ്ക്കുന്ന ഇതൊക്കെ വെച്ചപ്പോഴത്തേന് ഡിവോട്ടീസിനോട് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് പറയുമായിരുന്നു. അപ്പം ഡിവോട്ടീസ് വന്ന് എപ്പോൾ വേണമെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല, പ്രഭുപാദിനെ വന്ന് കാണാനും ഒക്കെ ഒരു തടസ്സം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 1973 ഈ ഡിവോട്ടീസ് പ്രഭുപാദ് വന്നത് പ്രമാണിച്ച് അവരുടെ പുതിയ പുതിയ പെയിൻറ്റിങ്, അവരുടെ പ്രോജക്റ്റുകൾ, പുതുതായിട്ട് ചെയ്ത പെയിൻറ്റിങ്സ് എല്ലാം ഒരു റൂമിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജൻ്റെയും പ്രഭുപാദിൻ്റെയും അങ്ങനെ പെയിൻറ്റിങ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഇൻസ്റ്റൻസിൽ ജാനവദാസി എന്ന് പറഞ്ഞൊരു മാതാജി അവിടെ പറയുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് പക്ഷേ 1973 വന്ന ഈ പെയിൻറ്റിങ്സ് എല്ലാം കാണുമ്പം പ്രഭുപാദ് ഒരു ബിസിനസ് ലൈക്കായിട്ടാണ് ഇടപെടുന്നത്. അതായത് ഒരു കോൾഡായിട്ട് ബിസിനസ്സായിട്ട് ഇത് കൊള്ളാം ഇങ്ങനെ. പണ്ട് ആദ്യം തുടക്കകാലത്ത് പ്രഭുപാദ് അതിൻ്റെ വളരെ നല്ലതായിരുന്നു, നീ നല്ല രീതിയിൽ പെയിൻറ് ചെയ്തു, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഈ 1973 പ്രഭുപാദ് ഇത് കാണുമ്പം എല്ലാം ഒരു അതിൻ്റെ ഇത് കൊള്ളാം അല്ലെങ്കിൽ ഇല്ല, അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു കോൾഡായിട്ടാണ് എഴുതുന്നത്. അപ്പം ജാനവ മാതാജി പറയുന്ന അദ്ദേഹത്തിന് അവരുടെ സാക്ഷാത്കാരം എങ്ങനെയാണ്, ഒരു സേവനം തുടങ്ങാനായിട്ട് ഒരു ആധ്യാത്മികാചാര്യൻ എല്ലാവിധ പ്രോത്സാഹനവും കൊടുക്കും. പക്ഷെ ഓൾറെഡി ഒരു വ്യക്തി അതിൽ എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ആ ഒരു സേവനത്തിൻ്റെ ടേസ്റ്റ് കണ്ടെത്തുക എന്നുള്ളത് ഓരോ ഡിവോട്ടിയുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോഴും ആധ്യാത്മികാചാര്യൻ എപ്പോഴും ആ രീതി ആദ്യം പറഞ്ഞതുപോലെ പറയണം എന്നില്ല. പിന്നെ അതിൽ നിന്ന് അവർ സ്വന്തം വളരണം. അതിനുവേണ്ടിയാണ് പ്രഭുപാദ്. അപ്പം പ്രഭുപാദിന്റെ ഫുൾ ടൈമും ഈ ആർട്ടിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ലെറ്റേഴ്സ് അയക്കും, ഇങ്ങനെ ഈ പടം ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും പ്രഭുപാദിനെ ഒന്ന് കാണും. അപ്പോൾ പ്രഭുപാദിന്റെ ആ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് സർവീസിന്റെ ഒരു നല്ലൊരു ഭാഗം സമയം അവരെടുക്കുന്നുണ്ട്. പക്ഷെ തുടക്കത്തിൽ പ്രഭുപാദ് അത്രയും കൊടുത്തു. പക്ഷെ ഓൾറെഡി അത് എസ്റ്റാബ്ലിഷ് ആയി, അവർ ആ പടം വരച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യണം ബുക്കിൽ നിന്ന് മനസ്സിലാക്കി അത് ചെയ്തു വന്നപ്പോഴത്തേന് പിന്നെ പ്രഭുപാദ് അതിൽ നിന്ന് പുറകോട്ട് മാറുകയാണ് ചെയ്തതെന്ന് പറയും. പിന്നെ വേറെ അതിങ്ങനെ പടം ഇങ്ങനെ വന്ന സമയത്ത് പ്രഭുപാദ് ഒരു പടത്തിൽ ജദുറാണി മാതാജി, അവിടെ എല്ലാ മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റ് അതിലുണ്ട്. നമ്മുടെ കൃഷ്ണമുക്കിൽ മുരളീധര പ്രഭു, ജദുറാണി മാജി, ജാനവ മാജി, പരീക്ഷിത്, അങ്ങനെ എല്ലാ ഡിവോട്ടീസും അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പടം വന്നപ്പോഴത്തേന് കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുന്നു, വിഷമിച്ചിരിക്കുന്ന ഒരു പടം. അപ്പം പ്രഭുപാദ് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ, ഈ പടം ആര് വരച്ചതെന്ന് ചോദിച്ചപ്പോൾ ജദുറാണി മാജിയാണ് വരച്ചത്. അപ്പം മാജി പറഞ്ഞു, ഇത് രാധാറാണി പെട്ടെന്ന് കൃഷ്ണനെ വിട്ടുപോയപ്പം കൃഷ്ണൻ ആ ഒരു അഭാവത്തിൽ ഉള്ള ലമന്റേഷൻ ആണ്, കൃഷ്ണൻ വിഷമിച്ചിരിക്കുന്നതാണെന്നാണ്. എന്നെ പ്രഭുപാദ് അവിടെ വെച്ച് പറഞ്ഞു, കൃഷ്ണ നെവർ ലാമൻ, കൃഷ്ണ ഒരിക്കലും വിഷമിക്കത്തില്ല എന്നാണ്. എന്നിട്ട് പ്രഭുപാദ്, അപ്പം മാജിക്ക് അത് വിഷമമായി. അത്രയും വരച്ചു കഴിഞ്ഞിട്ടാണ് പ്രഭുപാദ് അത് പറഞ്ഞത്. കൃഷ്ണ അത് പ്രഭുപാദ് അപ്രൂവ് ചെയ്തില്ല. എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ പ്രഭുപാദ് ചെന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പക്ഷെ ഈ പടം നമുക്ക് യൂസ് ചെയ്യാം. കൃഷ്ണൻ ഒരു വട്ടം ആരാണ് പ്യൂർ ഡിവോട്ടി എന്ന് കാണിക്കാൻ വേണ്ടി കൃഷ്ണൻ ഒരു ഹെഡേക്ക് ഉണ്ടെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പൊ ആ പടത്തിന് വേണ്ടി കൃഷ്ണൻ അഭിനയിക്കുകയാണ് ഹെഡേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതിനു വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു ഇൻസ്റ്റൻസ് പറയും. പ്രഭുപാദ് ജാനവമാജി അത് പറയുന്നതിന് ഒരു കാരണം, ഒന്ന് പ്രഭുപാദ് തുടക്കത്തിൽ എൻകറേജ്മെന്റ് തരും, പിന്നെ നമ്മൾ തന്നെ ആ സേവനത്തിന്റെ രുചി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് പിന്നെ കറക്റ്റായിട്ടുള്ള ആ ഒരു തെറ്റുകൾ കറക്റ്റായിട്ട് എവിടെയായാലും ആധ്യാത്മികാചാര്യം കാണിക്കുകയും അത് നമ്മളെ തിരുത്തി തരികയും ചെയ്യും എന്നുള്ളത് മാജി അവിടെ വെച്ച ആ ഒരു ഇൻസ്റ്റൻസിൽ